ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ 1 to 2 1/x minus 1/2x square e raised to 2x dx. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ നമുക്കൊരു റിസൾട്ട് അറിയണം. ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അതായത് ഇൻ്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടി വരുമ്പോൾ അത് ക്യാൻസലായി പോയിട്ട് നമുക്ക് ആൻസർ ഫംഗ്ഷൻ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് d/dx ഓഫ് e raised to 2x/2x ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മളിത് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താമെന്ന് പറയാം. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ആണ് അടിയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. 1/x minus 1/2x square ഇൻറ്റു e raised to 2x എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് e raised to 2x/2x ആണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഇൻ്റഗ്രലും ഈ ഡെറിവേറ്റീവും കൂടി ക്യാൻസലായി പോയിട്ട് ഫംഗ്ഷൻ തന്നെ വരും. അപ്പോൾ e raised to 2x/2x എന്ന് വരും. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് ഉണ്ടായത് 1 to 2 കൊടുക്കുക. അപ്പോൾ ആൻസർ നമുക്ക് e raised to എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ e raised to 2 ഇൻറ്റു ഉണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു, താഴെ എക്സ് ഉണ്ട് 2x, അപ്പോൾ അവിടെയും കൊടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/2 എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു, 2 ഇൻറ്റു 1. അപ്പോൾ അതിൻ്റെ ആൻസർ e raised to 4/4 മൈനസ് a²/2. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഡെറിവേറ്റീവ് ആണോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ e raised to 2x/2xൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കിവിടെ കാണിച്ചു തരാം. e raised to 2x/2xൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് e raised to 2x/2x ഡെറിവേറ്റീവ് എടുക്കുന്നത് nr/dr എന്നുള്ള ഫോമാണ്, ക്വസ്റ്റ്യൻ ഫോമാണ്. അപ്പം നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2x ആണ്, 2x ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ e raised to 2x മൈനസ് e raised to 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 2x ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് 2x ഇൻറ്റു e raised to 2xൻ്റെ ഡെറിവേറ്റീവ് e raised to 2x ഇൻറ്റു 2 എന്ന് വരും, മൈനസ് e raised to 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറയുമ്പോൾ 2 വരും, ബൈ 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 4x സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പുറത്തെടുക്കാനുള്ളത്? രണ്ടിടത്തും e raised to 2x ഉണ്ട്, ഒരു 2 ഉണ്ട്. അപ്പോൾ അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് 2x മൈനസ് 1 ആണ്. അപ്പം നമ്മൾ പുറത്തെടുക്കുന്നത് 2 e raised to 2x രണ്ടെണ്ണത്തിൽ നിന്നും പുറത്തെടുക്കുന്നു, ബാക്കി വരുന്നു താഴെ 4x². അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഒരു 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാനുള്ള സ്ഥലത്തും ബാക്കി വരുന്നത് e raised to 2x ബ്രാക്കറ്റിനകത്ത് 2x മൈനസ് 1 വരും, ബൈ 2x² എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കിത് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വരുമോ? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 1/x മൈനസ് 1/2x² ഇൻറ്റു e raised to 2x. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 1 ഇൻറ്റു 2x² മൈനസ് x ഇൻറ്റു 1 x ഓൾ ഡിവൈഡഡ് ബൈ x ഇൻറ്റു 2x². അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി എക്സ് പുറത്തെടുക്കാൻ രണ്ടിടത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെ എക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി വരുന്നത് 2x മൈനസ് 1 ബൈ ഇവിടെ എക്സിൻ്റെ 2x² ഓരോ എക്സ് കട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്നത് e raised to 2x ആദ്യം എടുത്ത് എഴുതി, e raised to 2x ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2x മൈനസ് 1 ബൈ 2x². നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മാറ്റി എഴുതാമല്ലോ. അപ്പോൾ ഇത് തന്നെ ആയിരുന്നല്ലോ നേരത്തെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് e raised to x ബൈ 2x എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തതും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ബൈ 2x എന്ന് എഴുതാം. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയതുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ബൈ 2xൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് പകരം നമുക്ക് എന്തെഴുതാം? ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് e raised to 2x ബൈ 2x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും.
തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോമിലേക്കാണ് വരുന്നത്. ഇത് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ ഡെറിവേറ്റീവ് ഓഫ് ആ ഫോമിലേക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്നാണ്ട് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇൻ്റഗ്രൽ 1 to 2 d/dx of a raised to 2xa by 2x എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടെ അടുത്തടുത്ത് വരുവാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആൻസർ നമുക്ക് ഫംഗ്ഷൻ അതായത് e raised to 2x by 2x എന്ന് വരും. ഇവിടെ ലിമിറ്റ് ഉണ്ടായതുകൊണ്ട് 1 to 2 എന്ന് ലിമിറ്റ് എഴുതി. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ e raised to 4/4 മൈനസ് a² by 2 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു.